സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്ററ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കേറ്ററ്റിന്റെ ആപ്ലിക്കേഷനൊക്കെ അയച്ചിരിക്കുന്ന കുറേ ആളുകൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ഫോട്ടോയിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള നെയിം തെറ്റിപ്പോയി, അല്ലെങ്കിൽ അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോയി, അങ്ങനെ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത്. ഇതൊക്കെ തിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കുറേ ആളുകൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പം നമ്മളുടെ പരീക്ഷാ ഭവൻ്റെ കേറ്ററ്റിൻ്റെ ആ ഒരു പേജിനകത്ത്, ആ ഒരു സൈറ്റിനകത്ത് നമുക്ക് തെറ്റ് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കേറ്ററ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് തെറ്റ് തിരുത്താനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി കേറ്ററ്റ് എന്ന് പറയുന്ന ആ ഒരു ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേറ്ററ്റിൻ്റെ ആ ഒരു പേജിലേക്ക് പോകും അല്ലേ. അപ്പോൾ അവിടെ കാണാം നമുക്ക് ആപ്ലിക്കേഷൻ ID നമ്മൾക്ക് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അതായത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഒക്ടോബർ 2022 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റിവൈസ്ഡ് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ സർക്കുലറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ID ഓപ്പൺ ചെയ്യുക, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ഒക്ടോബർ 2022 എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ലോഗിൻ ചെയ്യുക. ആ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ID അവിടെ അടിച്ചു കൊടുക്കണം, ആപ്ലിക്കേഷൻ ID പാസ്വേഡ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അഥവാ നമ്മൾ ആപ്ലിക്കേഷൻ ID മറന്നു പോയിട്ടുണ്ട്, അതായത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് നമ്മൾ അന്ന് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവിടെ തന്നെ തൊട്ട് താഴെ എന്തുണ്ട്, നമ്മളുടെ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ ID എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമ്മളുടെ ആപ്ലിക്കേഷൻ ID റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ID എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നേരെ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പേജിലേക്കാണ് പോവുക. അവിടെ നമ്മളുടെ ഏറ്റവും ടോപ്പിലായിട്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവിടെ അറിയാൻ പറ്റും. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ലാംഗ്വേജ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇപ്പം നിങ്ങൾ എത്ര കാറ്റഗറിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അത്രയും കാറ്റഗറികളുടെ 2 കാറ്റഗറിക്കാണെങ്കിൽ ആ 2 കാറ്റഗറിയുടെയും എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ തന്നെ ആ ഒരു പേജിനകത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അവിടെ ആദ്യം നമുക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് നമുക്ക് തിരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിലും നമുക്ക് എന്ത് ചെയ്യാം, തിരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള എവിടെയാണോ എക്സാം വേണ്ടത് ആ ഒരു ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുകയാണ്, നമ്മൾ അല്ലെങ്കിൽ പഠിക്കുകയാണ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവിടെ എക്സാം എഴുതാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും എല്ലാ സർട്ടിഫിക്കറ്റ് വാങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ അവിടെ തന്നെ പോകേണ്ടി വരും. അതായത് ഏത് സെൻറ്ററിലാണോ, ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലാണോ നമ്മൾ എക്സാം എഴുതിയിട്ടുള്ളത് നമ്മൾ അവിടേക്ക് പോകേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യാൻ, അത് മാറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എക്സാമിൻ്റെ ആ ഒരു ഡിസ്ട്രിക്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ നെയിം അതിൽ എന്താണോ എൻറ്റർ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം SSLC ബുക്കിലുള്ള ആ സെയിം സാധനം തന്നെ നമുക്ക് അവിടെ എൻറ്റർ ചെയ്യണം എന്നുള്ളത് അറിയാം അല്ലേ. അപ്പോൾ ആ നെയിം അതുപോലെ തന്നെ ആ ഒരു നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഫാദറിൻ്റെ നെയിം, ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഫോട്ടോയുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ഫോട്ടോ അവർ പറഞ്ഞിരുന്നു അതിൻ്റെ പിക്സൽ 150 മുതൽ 200 പിക്സൽ വരെയാണുള്ളത്. അതിൻ്റെ KB 20 ബിറ്റ്വീൻ 20 KB to 30 KB എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിലൊക്കെ ചേഞ്ച് വന്നിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോയിൽ നെയിം കൊടുക്കണം, അതുപോലെ തന്നെ ഒരു ഡേറ്റ് കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഫോട്ടോയിലുള്ള നെയിം തിരുത്താനുള്ള ഒരു അവസരവും ഫോട്ടോയിലുള്ള ഡേറ്റ് തിരുത്താനുള്ള ഒരു അവസരവും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോയിലുള്ള ഡേറ്റ് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് കൊടുക്കുക. ഫോട്ടോ എടുത്തത് കുറേ നാൾ മുമ്പാണെങ്കിലും കുഴപ്പമില്ല, അതിൽ എന്ത് ചെയ്യുക, ഫോട്ടോയിൽ കൊടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഫോട്ടോയിലുള്ള ഡേറ്റ്, നെയിം, ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്താനും ഈ ഒരു സമയത്ത് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഈ ഫോട്ടോയിലുള്ള ചേഞ്ചസ് കാരണം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് കറക്റ്റായിട്ട് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആവില്ല. ആ സമയത്ത് നമുക്ക് ഫോട്ടോ വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ വീണ്ടും നമ്മൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ വീണ്ടും കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാസ്റ്റ് അതൊന്നും ഈ ഒരു സമയത്ത് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള മാർക്കുകൾ അതൊന്നും നമുക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല.
ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ എഡിറ്റ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അത് മാത്രമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. കാര്യങ്ങളെല്ലാം നോക്കി തന്നെ വളരെ വ്യക്തമായിട്ട് എല്ലാം വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ ഫൈനൽ സേവ് ഓപ്ഷൻ എന്നുള്ളതിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ കേട്ടറ്റിനാണ്. അപ്പോൾ നിങ്ങൾ ഈ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കേണ്ട. ഇപ്പോൾ മിസ്റ്റേക്സ് വരുത്തിയതുപോലെ ഇനി നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്, തെറ്റ് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനിയും അതിൽ തെറ്റുകൾ വരുത്തിയിട്ട് നമ്മളുടെ എക്സാം എഴുതാനുള്ള ചാൻസ് മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിച്ച് പരീക്ഷ എഴുതുക, ആപ്ലിക്കേഷൻ അയയ്ക്കുക, വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് തന്നെ ആപ്ലിക്കേഷൻ അയയ്ക്കുക, ഇനിയും മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. അപ്പോൾ ഈ കേട്ടറ്റ് LP UP എന്നിവയ്ക്ക് വേണ്ടിയിട്ട് എയിം സ്റ്റഡി സെന്ററിൽ ലോങ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേട്ടറ്റിനാണെങ്കിൽ ക്രാഷ് കോഴ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, കംപ്ലീറ്റ്ലി സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള PDF മെറ്റീരിയൽസ്, ഒരുപാട് എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, അങ്ങനെ നിരവധി എക്സാമുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയവും ചോദിക്കുന്ന തരത്തിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെൻറ്ററിൻ്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കേട്ടറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ട്സുകളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. കേട്ടറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളോ LP UP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളോ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റിപ്ലൈസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആ സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എത്തിച്ചേരുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.